കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളായി ഗതാഗത കുരുക്ക് തുടരുന്നു. 7ാം വളവിൽ അപകടത്തിൽപ്പെട്ട ലോറി ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. ഒരു ദിശയിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് ശ്രുതി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രുതി, രാവിലെ തുടങ്ങിയിട്ടുള്ള ഗതാഗത കുരുക്കാണ്. പലരും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ആശ്രയിക്കുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഈ വാഹനം, അവിടെ അപകടത്തിൽപ്പെട്ട ആ വാഹനം ഇനിയും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ? തന്നെ ഇല്ല. ഇപ്പോഴും 7ാം വളവിൽ അപകടത്തിൽപ്പെട്ട ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചുരം കയറി തുടങ്ങുന്നേ ഉള്ളൂ, ഒരു 1ാം വളവൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ വാഹനങ്ങളുടെ നീണ്ട നിര അങ്ങോട്ടേക്ക് കാണുന്നത്. ഈ ഭാഗത്തേക്ക് വാഹനങ്ങളൊന്നും വരുന്നില്ല, അതിനകത്ത് വാഹനങ്ങൾ ഇല്ലെന്നല്ല, ഇങ്ങോട്ട് വരാനുള്ള വാഹനങ്ങൾ മുഴുവൻ 7ാം വളവിൽ 7ാം ചുരത്തിൽ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഇത് 1-2 മണിക്കൂറുകളല്ല, ഇതിപ്പോ ഇന്നലെ രാത്രി 12 മണിക്കാണ് ആദ്യത്തെ ലോറി 7ാം വളവിൽ വെച്ച് കേടാകുന്നത്. അപ്പോൾ തുടങ്ങിയ ഗതാഗത കുരുക്കാണ്. അതിനുശേഷം രണ്ടാമത് മറ്റൊരു ലോറി കൂടെ അവിടെ കേടായി. ഒരു ലോറിയുടെ ടയർ പൊട്ടുകയും മറ്റൊരു ലോറി കേടായി കിടക്കുകയും ചെയ്തു. അപ്പോൾ തുടങ്ങിയ കുരുക്കാണ് ഇത്രയും നില നീണ്ടുപോകുന്നത്. ചേട്ടാ, കുരുക്കാണോ? നല്ല മുകളിൽ ചെറുങ്ങനെ പോകുന്നുണ്ട്. അവിടെ ലോറി മാറ്റാനുള്ള ശ്രമം എന്തെങ്കിലും നടക്കുന്നുണ്ട്? ഇപ്പൊ ക്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയതല്ലേ? രാത്രി 10:30. അതിനുശേഷം ഒന്നും നേരെ ആയിട്ടില്ല. സ്ഥിരമായിട്ടുള്ളല്ലേ, ചുരം ഉണ്ടായ ബ്ലോക്ക് ഉണ്ടാവും. ബദലിനോട് വരും, അത്രേ ഉള്ളൂ. ഇതാണിപ്പോ നമ്മുടെ കോഴിക്കോട് വയനാട് റൂട്ടിൽ യാത്ര ചെയ്യുന്നവരുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് കുരുക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്നവരുണ്ടാകും, എയർപോർട്ടിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക്, ദീർഘദൂര യാത്ര പോകുന്നവരെല്ലാവരും ഈ ചുരത്തെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കാറ്. അവരാണ് ഇങ്ങനെ കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം കടക്കേണ്ടി വരുന്നത്. നമ്മൾ പറഞ്ഞു വന്ന പോലെ 12 മണിക്കാണ് ആദ്യത്തെ ലോറി കേടാവുന്നത്. അതിനുശേഷം 2 മണിയോടുകൂടി മറ്റു ലോറിയും അവിടെ വന്ന് കുടുങ്ങുന്നു. അങ്ങനെ 2 ലോറികൾ അവിടെ കുടുങ്ങി ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായത്. പിന്നീട് രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്കും ഒരു ലോറി അവിടുന്ന് മാറ്റാൻ സാധിച്ചു. അതോടെ ഒരു ഭാഗത്ത് ഒരു ദിശയിലേക്ക് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. ഇപ്പോഴും അതിനുശേഷം 2 മണി 5 മണിക്ക് ശേഷം ഇപ്പോഴും ഇതുപോലൊരു ദിശയിലൂടെ മാത്രം പതിയെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് നേരത്തെ ഓട്ടോ ഡ്രൈവർ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെവർക്കൊരു ശീലമായി, ഇതൊരു പതിവായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 6, 7, 8 ചുരങ്ങളിലാണ് ഇതുപോലെ വാഹനങ്ങൾ പ്രധാനമായും കുടുങ്ങി കിടക്കാറുള്ളത്. ഈ ബൈക്കിൽ പോകുന്ന യാത്രക്കാർക്ക്, ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് കടന്നു പോകാൻ പറ്റുക. ഇവിടെ ഈ ഭാഗങ്ങൾ പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 6, 7, 8 ഭാഗങ്ങൾ, ചുരത്തിന്റെ ഭാഗങ്ങൾ, വളവുകൾ വീതി കൂട്ടണമെന്നുള്ള ആവശ്യം പല കാലങ്ങളിലായിട്ട് ഉയർന്നിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഫണ്ട് വരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും 60 കോടിയോളം രൂപ അവിടുന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളതാണ്. മാത്രമല്ല വനംവകുപ്പ് ഈ ഭൂമിയും കൊടുത്തിട്ടുണ്ട്. പിന്നീടും ഇപ്പോൾ എന്താണ് ഈ വീതി കൂട്ടൽ നടക്കാത്തത് എന്നാണ് നമുക്ക് അറിയാത്തത്. ഇപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിലേക്ക് പോകുന്നവരുണ്ടാവും. നമുക്കറിയാം, അവധിക്കാലമാണ്, വയനാട്ടിലേക്ക് സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇതുപോലെ ഇങ്ങനെ ചുരത്തിൽ കുടുങ്ങിയ മണിക്കൂറുകൾ ചെലവിടേണ്ട അവസ്ഥ വരുന്നത്. തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചുരം ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം ദൂരമുണ്ട് വയനാട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങി കോഴിക്കോട് എത്തുന്നത് വരെയും. ഇവിടെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ടേക്ക് എ ബ്രേക്ക് സംവിധാനം, അതായത് ശൗചാലയ സംവിധാനം പോലും ഇതിന്റെ ഇടയിലില്ല. സ്ത്രീകളെല്ലാം ഇങ്ങനെ മണിക്കൂറുകൾ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് മണിക്കൂറുകൾ ഈ ചുരത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നത്. നമുക്ക് തന്നെ നമ്മളിപ്പോൾ വന്ന് സംസാരിച്ച ഒരു വണ്ടി പോലും, ഒരു ഓട്ടോറിക്ഷ അല്ലാതെ മറ്റൊരു വാഹനം പോലും എതിർ ദിശയിലേക്ക് വന്നിട്ടില്ല. അത് ഇപ്പോൾ ഒരു ലോറി, ടെമ്പോ വരുന്ന കാഴ്ച, വാഹനങ്ങൾ പതിയെ അവിടുന്ന് പുറത്തേക്ക് നീങ്ങി വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു വാഹനങ്ങളൊന്നും ഇതിലൂടെ കടന്നു വരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അവധിക്കാലമാണ്, വയനാട്ടിലേക്ക് സഞ്ചാരികൾ ധാരാളമായി എത്തുന്നത്. അതിനുവേണ്ടി പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു പാതയിലാണ് ഇങ്ങനെ ഗതാഗത കുരുക്കുണ്ടാകുന്നത്. ഈ റോഡിന്റെ നവീകരണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡിന്റെ വീതി കൂട്ടണം. ഈ കാലങ്ങളനുസരിച്ച് വാഹനങ്ങൾ വരുന്നതിന്റെ വാഹനപ്പെരുപ്പം ഈ റോഡിൽ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളോ നവീകരണ പദ്ധതികളോ ഈ റൂട്ടിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഈ റോഡിന്റെ വീതി 6ാം വളവിലും 7ാം വളവിലൊക്കെ ആണെങ്കിൽ തന്നെയും നീളം കൂടിയ വാഹനങ്ങൾ, ലോറി പോലെയുള്ള വാഹനങ്ങൾ തിരിഞ്ഞു കയറി പോകണമെങ്കിൽ നിർത്തി പതിയെ വേണം തിരിഞ്ഞു കയറി പോകാൻ. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇതുപോലെ ലോറികൾ കേടായി കിടക്കുന്നത്, അവിടെ മറ്റു വാഹനങ്ങൾ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇതിപ്പോ 10 മണിക്കൂറിലധികമായി താമരശ്ശേരി ചുരത്തിൽ ഗതാഗത സമരം തുടങ്ങിയിട്ട്. ശരിയാണ്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ശ്രുതി 1ാം വളവെന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത്. അപ്പൊ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ
അവിടത്തേക്ക് വരെ നീണ്ടു കിടക്കാണ് വാഹനങ്ങളുടെ നിര. ഒരു വശത്തേക്ക് മാത്രമാണ് പതുക്കെ വാഹനങ്ങൾ പോകുന്നത്. ഏതായാലും ആ വാഹനം അപകടത്തിൽപ്പെട്ട ലോറി അവിടുന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുവഴി പോകുന്നവരൊന്ന് കരുതലോടെ തന്നെ പോവുക. അത്യാവശ്യം കുറച്ച് അധിക നേരം ഗതാഗത കുരുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത്.